ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുള്ള മോക്ക് ടെസ്റ്റ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 1939 അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. 1939 അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1947 മുതൽ 1948 വരെ കേരളത്തിൽ നടന്ന പാലിയം സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനെതിരായി നടന്ന സമരമായിരുന്നു. കൊച്ചി രാജ്യപ്രജാമണ്ഡലമായിരുന്നു ഈ സമരം സംഘടിപ്പിച്ചത്. 1948 കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളും ഹിന്ദു വിഭാഗത്തിലെ എല്ലാ ആളുകൾക്കുമായി തുറന്നുകൊടുത്തു. സി കേശവനാണ് ഈ സമരത്തിന് തുടക്കം കുറിച്ചത്. കണ്ടുപിടിച്ചേ. ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 3, 4 ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. എന്താണ് രണ്ടിന് കുഴപ്പം? കൊച്ചി രാജ്യപ്രജാമണ്ഡലമായിരുന്നു ഈ സമരം സംഘടിപ്പിച്ചത് എന്നുള്ളത് തെറ്റാണ്. കാരണം എന്താണ്? കൊച്ചി രാജ്യപ്രജാമണ്ഡലം മാത്രമായിരുന്നില്ല ഈ പാലിയ സത്യാഗ്രഹം നയിച്ചിട്ടുണ്ടായിരുന്നത്. SNDP യോഗം അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും SNDP പാർട്ടിയും കൊച്ചി രാജ്യപ്രജാമണ്ഡലം കൂടിയായിരുന്നു നമ്മുടെ പാലിയം സത്യാഗ്രഹം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കൊച്ചി രാജ്യപ്രജാമണ്ഡലം മാത്രമല്ല. അതുകൊണ്ടാണ് അതവിടെ തെറ്റായി പോയത് കേട്ടോ. ബാക്കി ശരിയായതൊന്ന് നോക്കിയേ. എപ്പോഴാണ് ഇത് നടന്നിട്ടുള്ളത്? 1947 മുതൽ 48 വരെ നമ്മുടെ +2 ഇത് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. 1900 പാലിയം സത്യാഗ്രഹം 1947 മുതൽ 48 വരെ കേരളത്തിൽ നടന്ന പാലിയം സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനെതിരായിട്ട് നടന്ന സമരമായിരുന്നു. ഇനി 1948 കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളും ഹിന്ദു വിഭാഗത്തിലെ എല്ലാ ആളുകൾക്കുമായിട്ട് തുറന്നു കൊടുക്കുന്നത്. സി കേശവനാണ് ഈ സമരത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്തത് ആരാണ്? സി കേശവനാണ് അല്ലേ. കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, സി കുഞ്ഞിരാമനൊക്കെ എന്താണ്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ലക്ഷ്മി എന്നല്ല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. പ്രാചീന മലയാളം, നവമഞ്ചരി എന്ന കൃതികൾ ചട്ടമ്പിസ്വാമി രചിച്ചതാണ്. 1846 കോട്ടയത്ത് മാന്നാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണല്ലേ തെറ്റായിട്ടുള്ളത്. എന്താണ് അവിടെ തെറ്റാവാൻ കാരണം? എന്താണ്? പ്രാചീന മലയാളം ആരുടെയാണ്? ചട്ടമ്പിസ്വാമികളുടെയാണ്. നവമഞ്ചരി ആരുടെയാണ്? ശ്രീനാരായണ ഗുരു രചിച്ചതാണ്. ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി എന്ന് പറയുന്നത്. പ്രാചീന മലയാളം ആരുടെയാണ്? ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ്. ബാക്കി നോക്കിക്കേ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. പ്രാചീന മലയാളം ചട്ടമ്പിസ്വാമികളാണ്. നവമഞ്ചരി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് രചിച്ചിരിക്കുന്നത്. ഇനി 1846 കോട്ടയത്ത് മാന്നാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഇനി അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്ന തീരസമതലം ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം എവിടെയാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. മധ്യകാല ഇന്ത്യയിൽ കാൽനടയായി ഉണ്ടായിരുന്ന തപാൽ സമ്പ്രദായം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? മധ്യകാല ഇന്ത്യയിൽ കാൽനടയായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു തപാൽ സമ്പ്രദായമുണ്ട്. അത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻ ബി ദാവയാണ് കേട്ടോ. ദാവയാണ് കാൽനടയായിട്ടുണ്ടായിരുന്ന തപാൽ സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഉല്ലൂഗും മധ്യകാല ഇന്ത്യയിൽ കണ്ടിട്ടുണ്ടായിരുന്നൊരു തപാൽ സമ്പ്രദായമാണ് കേട്ടോ. അതിൽ കുതിരകളെയായിരുന്നു നമ്മുടെ തപാലൊക്കെ കൈമാറാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുതിരകളെയാണ്. അതാണ് ഉല്ലൂഗ് എന്നറിയപ്പെടുന്നത്. ദാവയിൽ എന്താണ്? കാൽനടയായിട്ടുള്ള തപാൽ സമ്പ്രദായം ആയിരുന്നു ദാവ എന്ന് പറയുന്നത്. ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കാനായി രൂപം കൊണ്ട പരിസ്ഥിതി സംഘടന ഏതാണ്? ഓപ്ഷൻ സി ചിപ്കോ ആണ് കേട്ടോ. ചിപ്കോ ആണ് ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കാനായി രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയാണ് ചിപ്കോ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ആംനസ്റ്റി, ഗ്രീൻ പീസ് എന്നൊക്കെ പറഞ്ഞിട്ട്.
ആ ഒരു അത്രയും എടുത്തിരിക്കുന്നത് ഒരു പേജിൽ നിന്നാണ്. അതിനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ 2010 10th പഴയ നമ്മുടെ SCERT അതിൽ ഒരു പേജ് കംപ്ലീറ്റ് ആ ഒരു ക്വസ്റ്റ്യനാണ് കിടക്കുന്നത്. അതിൽ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യനാണ്. ബാക്കിയെല്ലാം ആ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതാ കൊടുത്തിരിക്കുന്ന ഗ്രീൻ ബെൽറ്റ്, അതുപോലെ തന്നെ ചിപ്കോ, ലോബിയാന്, ആംനസ്റ്റി, ഇതെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അത് +1 +2 നമ്മുടെ NCERTയിൽ എവിടെയെങ്കിലും ഉണ്ടോ, പുതിയത് എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് അതിൽ നിന്നാണ് ഈ ഒരു സംഭവം കിട്ടിയത്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ SCERT എന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. എല്ലാ യൂട്യൂബേഴ്സും എല്ലാ ക്ലാസ്സിലും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ പഠിക്കാനിരിക്കുന്നത്, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോവുകയാണെങ്കിലൊക്കെ എന്താണ് SCERT ആണ് ബേസ് മെയിനായിട്ട്. ഇപ്പോൾ നമ്മൾ കണ്ട എക്സാമിൽ എന്താണ് നമ്മുടെ പ്രിലിംസിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? SCERT NCERT ആ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ അത് പഠിക്കേണ്ട ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ നമ്മുടെ സിലബസുമായിട്ട് ആപ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോർഷൻസ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് SCERT മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാണ്ട് നമ്മൾ നമ്മുടെ സിലബസ് ആദ്യം നമ്മൾ ഏതൊരു PSCക്ക് പഠിക്കുന്ന ഒരാളും ഏത് തസ്തികയ്ക്കാണോ നോക്കുന്നത് അതിൻ്റെ സിലബസ് ആദ്യം മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്കൊരു പോയിന്റ് കിട്ടിക്കഴിയുമ്പോൾ ഇത് നമ്മളുമായിട്ട് ഉള്ളതാണെന്ന് നമുക്ക് പെട്ടെന്ന് ഇതാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബയോളജിയിൽ നമ്മുടെ നാച്ചുറൽ സയൻസിൽ പറയുന്നുണ്ട് പൊതുജനാരോഗ്യം. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഈ ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ തന്നെ പിന്നെ വേറെയും കൊടുക്കുന്നുണ്ട് രോഗങ്ങൾ, രോഗകാരികൾ. ഇതേ ഹെഡിങ്ങുകളുള്ള ചാപ്റ്റേഴ്സ് നമ്മുടെ SCERTയിൽ ഉണ്ട് ഒരുപാട്. അപ്പോൾ ആദ്യം അതൊക്കെ കവർ ചെയ്യുക, എന്നിട്ട് ശേഷം ബാക്കി നമ്മൾ നോക്കുക കേട്ടോ. ഇപ്പം പിന്നെ നമ്മൾ ജോഗ്രഫിയും അതുപോലെ തന്നെ ഹിസ്റ്ററിയും, കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും ഇന്ത്യൻ ജോഗ്രഫിയും പഠിക്കേണ്ടത് നമ്മൾ +1 NCERT +1 +2 ആസ്പദമാക്കിയിട്ടായിരിക്കണം കേട്ടോ. അതാണ് ആദ്യം നമ്മൾ തീർത്ത് പോകേണ്ടത്. ബിഗിനേഴ്സിനോടാണ് കേട്ടോ പറയുന്നത്. ആദ്യം അത് വെച്ചിട്ട് തന്നെ അത് റാങ്ക് ഫയലായിട്ട് അത് വെച്ചിട്ട് തന്നെ ആദ്യം പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരുപാട് SCERT തിരഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ സമയം വേസ്റ്റ് ചെയ്യരുത്. നമ്മുടെ സിലബസുമായിട്ട് അടുത്ത് നിൽക്കുന്ന ചാപ്റ്റേഴ്സ് ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ബാക്കി PSC അവിടെ നിന്ന് ഇവിടെ നിന്ന് ചോദിക്കുന്നതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയൊക്കെ നമ്മുടെ ഔട്ട് ഓഫ് സിലബസ് ആണ് ചോദിക്കുന്നതൊക്കെ. അതൊന്നും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് മുന്നേ കൂടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇന്ന ഭാഗത്തു നിന്ന് പ്രാചീന കേരളം ചോദിക്കും, മധ്യകാല ഇന്ത്യ ചോദിക്കും. ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ കഴിയുന്നത് അത്രയും നോക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞില്ലടാ. എന്താണ്? ചിപ്കോ പ്രസ്ഥാനമാണ് കേട്ടോ. ഇതിൻ്റെ ആൻസർ ഏതാണ്? ചിപ്കോ പ്രസ്ഥാനമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തത് ഏതാണ്? ഇതിലുമുണ്ട് ഒരു രസം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന നിർദ്ദേശക തത്വങ്ങളും PSC ചോദിക്കുന്ന നിർദ്ദേശക തത്വങ്ങളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നിർദ്ദേശക തത്വങ്ങളാണ് അല്ലേ. അതിൽ കൊടുത്തിരിക്കുന്ന പോയിൻറ്റ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരിത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് അതിൽ ചോദിക്കുന്നത്. നമ്മളെ വളരെയധികം കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിൽ ചോദിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? നമ്മളത് ഡീപ്പായിട്ട് പഠിക്കുന്നില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഈ +1 +2 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹയർ സെക്കൻഡറി അവരുടെ ഒരു ബുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഡീപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ആ ഒരു രീതിയിലാണ് ആ ഒരു ബുക്ക് ഉള്ളത്. ഇതും നമ്മുടെ 2010 10th ഇത് കംപ്ലീറ്റ് ആയിട്ട് നല്ല വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചാപ്റ്ററിൽ ഞാൻ അവിടെ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കിയേ. ദേശീയ പ്രാധാന്യമുള്ളതും ചരിത്രപരമായ മൂല്യമുള്ള വസ്തുക്കളും എല്ലാ സ്മാരകങ്ങളെയും സംരക്ഷിക്കുക. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ പൗരന്മാർക്കും ജീവിക്കാൻ മതിയായ ഉപാധികൾ ഉറപ്പുവരുത്തുക. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകുക. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗക്കാരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ ഉന്നതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കരുത്. എല്ലാവരെയും തുല്യരായിട്ട് കാണുക. എന്താണ് ഇതിൽ നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ D ആണ് കേട്ടോ ആൻസർ. ഇവിടെ എല്ലാവരെയും തുല്യരായിട്ട് കാണണം എന്നുള്ളൊരു പോയിന്റ് ഇല്ല. ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കരുത് എന്നല്ല, ഉന്നതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നാണ് കേട്ടോ. ഉന്നതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നാണ്. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് നോക്കാം.
ഈ പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ചരിത്രപരമായ മൂല്യമുള്ള എല്ലാ സ്മാരകങ്ങളെയും ദേശീയ പ്രാധാന്യമുള്ളതുമായിട്ടുള്ള സ്മാരകങ്ങളെയൊക്കെ എന്താണ് സംരക്ഷിക്കുക. ബാക്കി നോക്കിയേ, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ പൗരന്മാർക്കും ജീവിക്കാൻ മതിയായ ഉപാധികൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണം. അത് നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ, തുല്യ ജോലിക്ക് തുല്യ വേതനം. അടുത്തത് നോക്കിയേ, സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗക്കാരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ ഉന്നതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. ഇത് അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പോയിന്റ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കൺഫ്യൂഷൻ ആവൂലേ, അങ്ങനെ നിർദ്ദേശക തത്വങ്ങളിൽ എടുത്ത് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതും പറയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? കൊവാറൻറ്റോ ആണല്ലേ. എന്തധികാരം എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. കൊവാറൻറ്റോ എന്താണ്? എന്തധികാരം, എന്ത് അധികാരം എന്നാണ് കൊവാറൻറ്റോയുടെ മീനിങ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കൊവാറൻറ്റോ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ 2019 നോബൽ പ്രൈസ് ലഭിച്ചവരിൽ പെടാത്തത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ടതാണ്, ജോൺ മെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര്. ബാക്കി പേര് നോക്കി, ഇത് നമ്മുടെ SCERT കിടക്കുന്നത് കൊണ്ടാണ്. കാരണം അമർത്യ സെന്ന് ക്വസ്റ്റ്യനിൽ ഒരു എക്സാം പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നോബൽ പ്രൈസ് ലഭിച്ച ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. അത് അമർത്യ സെന്നാണ്. അതിൻ്റെ തൊട്ട് താഴെ ഈ 2019 നോബൽ പ്രൈസ് ലഭിച്ചവരിൽ പെടുന്നവരെ കുറിച്ച് ഈ 3 പേര് അതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിങ്ങെടുത്തത്. ആരൊക്കെയാണ്? അഭിജിത്ത് വിനായക് ബാനർജി, കാരണം അത് ഇന്ത്യക്കാരനായിരുന്നു, ഇന്ത്യക്കാരനാണ്. അഭിജിത്ത് വിനായക് ബാനർജി അതാണ്, ഇന്ത്യക്കാരനാണ്. അതുകൊണ്ടാണ് ഈ 2019 നോബൽ പ്രൈസ് അവിടെ കയറി വന്നത്. പിന്നെ എസ്തർ ഡുഫ്ലോ, അതുപോലെ തന്നെ മൈക്കൽ ക്രിമർ, ഇവർക്ക് 3 പേർക്കുമാണ് 2019 നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. എല്ലാം ഒരു നിരീക്ഷണമാണ്. ഇന്ന ഭാഗത്തുനിന്ന് ചോദിച്ചു, അപ്പോൾ ഇന്ന ഭാഗത്തുനിന്ന് വരും, എന്താണ് ഇത് ഇന്ത്യക്കാരനാണ്, അതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കും. PSCയുടെ ആ ഒരു ഇതനുസരിച്ചിട്ട് നമ്മൾ പറയുകയാണ്. അത് ഉറപ്പ് വരും എന്നല്ല, ഉറപ്പ് പറയുകയല്ല, നമ്മൾ പഠിക്കുക. PSCക്ക് എവിടെ നിന്നാണ് ചോദിക്കാൻ ഇഷ്ടമുള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. അസമിൽ ബർദോളി ചിര എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? പ്രാദേശികവാദം ഏതാണ്? അസമിൽ ബർദോളി ചിര എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം നോർവെസ്റ്റർ ആണ് കേട്ടോ. അസമിൽ ബർദോളി ചിര എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? നോർവെസ്റ്റർ ആണ്. ഇത് നമ്മുടെ NCERT കിടക്കുന്നതാണ്. നമുക്ക് നോക്കാം. ഉഷ്ണമേഖലയിലെ പ്രധാന പ്രാദേശിക കാറ്റുകൾ. മാമ്പഴക്കാറ്റ്, അതായത് മാംഗോ ഷവർ, എന്താണത്? വേനലിൻ്റെ അവസാന നാളുകളിൽ കേരളത്തിലും കർണാടക തീരത്തും സാധാരണയായി രൂപപ്പെടുന്ന മൺസൂണിന് മുന്നോടിയായിട്ടുള്ള വേനൽ മഴക്കാറ്റാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. മാമ്പഴം നേരത്തെ പഴുത്ത് പാകമാകാൻ സഹായിക്കുന്നതിനാലാണ് ഇവ പ്രാദേശികമായിട്ട് മാമ്പഴക്കാറ്റ് അല്ലെങ്കിൽ മാംഗോ ഷവർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എവിടേക്കാണ്? കേരളത്തിലും കർണാടക തീരത്തിലും മൺസൂണിന് മുന്നോടിയായിട്ടുള്ള വേനൽ മഴ കാറ്റാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ്? മാമ്പഴക്കാറ്റ്. ഓർത്തു വെച്ചേക്കണേ. അടുത്തതാണ് ബ്ലോസം ഷവർ അല്ലെങ്കിൽ കാപ്പി പൂവിടും മഴ. കേരളത്തിലും പരിസര പ്രദേശങ്ങളിലും കാപ്പി പൂക്കുന്നത് ഈ മഴയോടെയാണ്. അതുകൊണ്ടാണ് അതിനെ കാപ്പി പൂവിടും മഴ അല്ലെങ്കിൽ ബ്ലോസം ഷവർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തതാണ് നോർവെസ്റ്റർ. ബംഗാളിലും അസമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തിയായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റുകളാണ് എന്ന് പറയുന്നത്? നോർവെസ്റ്ററുകൾ എന്ന് പറയുന്നത്. വൈശാഖ മാസത്തിൽ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭം എന്നർത്ഥം വരുന്ന കാൽ ബൈശാഖി എന്ന പ്രാദേശിക നാമത്തിൽ നിന്ന് തന്നെ ഇവയുടെ വിനാശകരമായ സ്വഭാവം വ്യക്തമാണ്. ഈ കാറ്റുകൾ തേയില, ചണം, നെല്ല് തുടങ്ങിയ വിളകൾക്ക് അനുകൂലമാണ്. അസമിൽ ഇവയെ എങ്ങനെ അറിയപ്പെടുന്നു? ബർദോളി ചീര എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നോർവെസ്റ്റർ എവിടെയാണ്? ബംഗാളിലും അസമിലുമാണ്. വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായിട്ടുള്ള ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റുകളാണ് നോർവെസ്റ്റർ എന്ന് പറയുന്നത്. അടുത്തതാണ് ലൂ. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കയറി വരുന്നതാണ്. വടക്കേ ഇന്ത്യൻ സമതലങ്ങളിൽ പഞ്ചാബ് മുതൽ ബീഹാർ വരെയുള്ള പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകളാണ് എന്ന് പറയുന്നത്? ലൂ എന്ന് പറയുന്നത്. ഡൽഹിക്കും പാറ്റ്നയ്ക്കും ഇടയിൽ ഇവയുടെ തീവ്രത എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഡൽഹിക്കും പാറ്റ്നയ്ക്കും ഇടയിൽ ഇവയുടെ തീവ്രത വളരെ കൂടുതലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എത്ര സൂചകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന് മൺസൂൺ മൺസൂണിൻ്റെ സ്വഭാവം പ്രവചിക്കാൻ കഴിയുന്നത്? ഇവിടെ എൻ്റെന്നില്ല കേട്ടോ. മൺസൂണിൻ്റെ സ്വഭാവം പ്രവചിക്കാൻ കഴിയുന്നത്. ഇതൊക്കെ NCERT ആണ് കേട്ടോ.
എത്ര സൂചകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന് മൺസൂണിൻ്റെ സ്വഭാവം പ്രവചിക്കാൻ കഴിയുന്നത്? എത്രയാണ്? ഓപ്ഷൻ എ 16 കേട്ടോ. 16 സൂചകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാലാവസ്ഥാ വകുപ്പ് മൺസൂണിൻ്റെ സ്വഭാവം പ്രവചിക്കുന്നത്. ഉണ്ണിയേശു എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ജലപ്രവാഹം ഏതാണ്? ഉണ്ണിയേശു എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ജലപ്രവാഹം എൽ നിനോ ആണ് കേട്ടോ. എൽ നിനോയാണ് ഉണ്ണിയേശു എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ജലപ്രവാഹം. ഏതാണ്? എൽ നിനോ. സിന്ധു നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര്. സിന്ധു നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ സിംഗി കമ്പൻ എന്നാണ് കേട്ടോ. സിന്ധു നദി ടിബറ്റിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സിംഗി കമ്പൻ എന്നാണ് സിന്ധു നദി ടിബറ്റിൽ അറിയപ്പെടുന്ന ഒരു പേര്. ഇവിടെ ഒരു ലങ്ചൻ കമ്പാബ് എന്ന് പറഞ്ഞിട്ട് പേര് കിടക്കുന്നത് കണ്ടാവും. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ സത്ലജ് നദി ഉത്ഭവിക്കുന്നത് എവിടുന്നാന്ന് അറിയാലോ. എവിടുന്നാണ്? നമ്മൾ പഠിക്കുന്നത് മാനസരോവർ തടാകത്തിൽ നിന്ന് എന്നാണ് അല്ലേ. പക്ഷേ NCERT കിടക്കുന്നത് സത്ലജ് നദി ഉത്ഭവിക്കുന്നത് മാനസരോവർ തടാകത്തിൻ്റെ 4555 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഗാസ് തടാകത്തിൽ നിന്നാണ് എന്നാണ് കേട്ടോ. രാഗാസ് തടാകത്തിൽ നിന്നാണ് സത്ലജ് നദി ഉത്ഭവിക്കുന്നത് എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഈ സത്ലജ് നദി ആ രാഗാസ് തടാകത്തിൽ ഉത്ഭവിക്കുന്നുണ്ടല്ലോ, അവിടെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ലങ്ചൻ ഗംബാബ് എന്നറിയപ്പെടുന്നത് കേട്ടോ. സത്ലജ് നദിയാണ് രാഗാസ് തടാകത്തിൽ രാഗാസ് തടാകത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നാണ് NCERT പറയുന്നത്. അപ്പോൾ അവിടെ അറിയപ്പെടുന്ന പേരാണ് ലങ്ചൻ ഗംബാബ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കേട്ടോ. ഇനി അവിടെ നിന്ന് എങ്ങാനും ചോദിച്ചാലോ. രാഗാസ് ഓപ്ഷനിൽ വന്നിട്ടുണ്ടല്ലോ അല്ലേ. പ്രാഥമിക പോഷക നദികൾ സമാന്തരമായി ഒഴുകുകയും ദ്വിതീയ പോഷക നദികൾ ഇവയ്ക്ക് 90 ഡിഗ്രി കോണീയമായി ചേരുകയും ചെയ്യുമ്പോൾ രൂപപ്പെടുന്ന നീരൊഴുക്ക് മാതൃക ഏതാണ്? ജാലയിതയാണ് കേട്ടോ. ജലായിതയാണ്. ജലായിത അല്ല, ജാലയിത എന്നാണ് കേട്ടോ. ജാലയിത. പ്രാഥമിക പോഷക നദികൾ സമാന്തരമായി ഒഴുകുകയും ദ്വിതീയ പോഷക നദികൾ അവയിൽ 90 ഡിഗ്രി കോണീയമായി ചേരുകയും ചെയ്യുമ്പോൾ എന്താണ് രൂപപ്പെടുന്ന നീരൊഴുക്ക്? ഏത് മാതൃകയാണ്? ജാലയിത മാതൃകയാണ് കേട്ടോ. ജാലയിത മാതൃക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ പർവ്വത കൊടുമുടികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പർവ്വത കൊടുമുടികളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. നമുക്കറിയാം ബാരൻ എന്താണ്? ഒരു അഗ്നിപർവ്വതമാണ് അല്ലേ. സജീവ അഗ്നിപർവ്വതമാണ് എന്ത് എന്ന് പറയുന്നത്? ബാരൻ എന്ന് പറയുന്നത്. അപ്പം അതെന്താണ്? ഇതൊക്കെ എന്താണ്? നമ്മുടെ പർവ്വത കൊടുമുടികളാണ് കേട്ടോ. പർവ്വത കൊടുമുടികളാണ്. സാഡിൽ, മൗണ്ട് കോയോബ്, മൗണ്ട് തുയിലർ മുതലായവ കേട്ടോ. എവിടെ കാണുന്നതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടികളാണ് സാഡിൽ, മൗണ്ട് കോയോബ്, മൗണ്ട് തുയിലർ എന്നിവ. ബാരൻ എന്താണ്? ആൻഡമാനിൽ കാണപ്പെടുന്ന ഒരു സജീവ അഗ്നിപർവ്വതമാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? ആൻഡമാനിൽ സ്ഥിതി ചെയ്യുന്ന ബാരനാണ്. ഇത് ഇവിടെ ഇടേണ്ടതല്ല. നമ്മൾ നേരത്തെ ഒരു പശ്ചിമ തീര സമതലം അത് പറഞ്ഞല്ലോ. പടിഞ്ഞാറൻ തീര സമതലം വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് അവിടെ വരേണ്ട സാധനമാണ്. പക്ഷെ അതിവിടെയാണ് വന്നത്. എന്തായാലും നമുക്ക് ഇവിടുന്ന് നോക്കിയിട്ട് പോകാം. തീരസമതലങ്ങൾ. ഇന്ത്യക്ക് ദൈർഘ്യമേറിയ തീരപ്രദേശമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്ഥാനത്തിൻ്റെയും സജീവമായ ഭൂരൂപീകരണ പ്രക്രിയകളുടെയും അടിസ്ഥാനത്തിൽ ഇവയെ പ്രധാനമായും പശ്ചിമ സമതലം എന്നും പൂർവ്വതീര സമതലങ്ങൾ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. എങ്ങനെയാണ്? പശ്ചിമതീര സമതലങ്ങളും പൂർവ്വതീര സമതലങ്ങൾ എന്നും രണ്ടായിട്ട് തിരിക്കാം. താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമതീര സമതലങ്ങൾ. പശ്ചിമതീര സമതലങ്ങൾ എന്താണ്? താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ്. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായിരുന്നതും പശ്ചിമതീരത്ത് സ്ഥിതി ചെയ്തിരുന്നതുമായ ദ്വാരക പട്ടണം കടലിൽ താഴ്ന്നുപോയി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ താഴ്ന്നുപോകൽ പ്രക്രിയയുടെ ഫലമായി ഇവിടെ പ്രകൃതിദത്ത തുറമുഖങ്ങളും ഹാർബറുകളും വികസിപ്പിക്കുന്നതിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. കാണ്ട്ല, മസഗോൺ, ജവഹർലാൽ നെഹ്റു തുറമുഖം, നവശേവ, മർമഗോവ, മാംഗലൂരു, കൊച്ചി തുടങ്ങിയവ പശ്ചിമതീരത്തെ പ്രധാന തുറമുഖങ്ങളാണ്. ഒന്ന് പഠിച്ചിരിക്കുക. പശ്ചിമതീരത്തെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? കാണ്ട്ല, മസഗോൺ, ജവഹർലാൽ നെഹ്റു തുറമുഖം, നവശേവ, മർമഗോവ, മാംഗലൂരു, കൊച്ചി തുടങ്ങിയവയാണ് പശ്ചിമതീരത്തെ പ്രധാന തുറമുഖങ്ങൾ എന്ന് പറയുന്നത്. വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമതീരം താഴെ പറയും വിധം ഉപവിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ മുതലാണ്? ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെയാണ് ഈ പശ്ചിമതീരം വ്യാപിച്ചിരിക്കുന്നത്. അതിനെ വീണ്ടും തിരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഗുജറാത്തിലെ കച്ച് കത്തിയവാർ തീരം,
മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരം, കർണാടകയിലെ ഗോവ തീരം, കേരളത്തിലെ മലബാർ തീരം എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ കച്ച് കത്തിയവാർ തീരം, മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരം, കർണാടകയിലെ ഗോവ തീരം, കേരളത്തിലെ മലബാർ തീരം എന്നിങ്ങനെയാണ് അവയെ പശ്ചിമ തീരത്തിന് എങ്ങനെ തരം തിരിച്ചിട്ടുള്ളത്. പശ്ചിമ തീര സമതലങ്ങളുടെ മധ്യഭാഗം താരതമ്യേന ഇടുങ്ങിയതും തെക്കും വടക്ക് ഭാഗങ്ങൾ വിസ്തൃതിയേറി വരുന്നതുമാണ്. ഓർത്തിരിക്കണേ, നമ്മുടെ പശ്ചിമ തീര സമതലങ്ങളുടെ നടുഭാഗം മധ്യഭാഗം എങ്ങനെയാണ്? താരതമ്യേന ഇടുങ്ങിയതുമാണ്. പിന്നെ തെക്കും വടക്കും ഭാഗങ്ങൾ എങ്ങനെയാണ്? വിസ്തൃതി ഏറി വരുന്ന ഭാഗങ്ങളുമാണ്. മധ്യഭാഗം ഇടുങ്ങിയതും തെക്ക് വടക്ക് പോകുന്തോറും എന്താണ്? അതിൻ്റെ വിസ്തൃതി ഏറി വരുന്ന രീതിയിലുമാണ് ഉള്ളത്. ഈ തീരസമതലത്തിലൂടെ ഒഴുകുന്ന നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല. പശ്ചിമ തീര സമതലത്തിലൂടെ ഒഴുകുന്ന നദികൾ എന്താണ്? ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല. മലബാർ തീരത്തിലുള്ള കായലുകളെ മത്സ്യബന്ധനത്തിനും ഉൾനാടൻ ജലഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും വേണ്ടിയിട്ടാണ് പ്രയോജനപ്പെടുത്തുന്നത്. എല്ലാ വർഷവും പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിൽ എവിടെയാണ് നടക്കുന്നത്? പുന്നമടക്കായലിലാണ് നടക്കുന്നത്. ഒരു മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡെൽറ്റയുടെ ആകൃതി എന്താണ്? ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഭൂരൂപമാണ് എന്ത് എന്ന് പറയുന്നത്? സമതലമാണ് എന്ത് എന്ന് പറയുന്നത്? ഡെൽറ്റ എന്ന് പറയുന്നത് കേട്ടോ. ത്രികോണാകൃതിയിലാണ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലത്തിന് എന്താണ്? വീതി കൂടുതലാണ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടിയതാണ്. അപ്പോൾ കിഴക്കൻ തീരസമതലത്തിനാണ് എന്ത്? വീതി കൂടുതൽ. ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണമാണ് കിഴക്കൻ തീരസമതലങ്ങൾ. താഴ്ത്തപ്പെട്ട തീരത്തിന് ഉദാഹരണം ഏതാണ്? പശ്ചിമ തീര സമതലമാണ്. ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണം ഏതാണ്? കിഴക്കൻ തീര സമതലമാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നുണ്ട്. കിഴക്കൻ തീര സമതലങ്ങളിലൂടെ ഒഴുകുന്ന നദികൾ എന്താണ്? വിശാലമായിട്ടുള്ള ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നുണ്ട്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി നദി അവരുടെ ഡെൽറ്റകൾ ഇവയിൽ പെടുന്നു. അപ്പോൾ ഏതൊക്കെ നദികളുടെ ഡെൽറ്റയാണ് പെടുന്നത്? മഹാനദി ഉണ്ട്, ഗോദാവരി, കൃഷ്ണ, കാവേരി ഈ നദികളൊക്കെ രൂപപ്പെടുത്തുന്ന ഡെൽറ്റകൾ ഇതിൽ, അതായത് കിഴക്കൻ തീര സമതലത്തിൽ ഉൾപ്പെടുന്നു. അപ്പം അത്രയാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന തീരസമതലങ്ങളിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഇനി എങ്ങാനും വന്നാലോ ചിലപ്പോൾ റിപ്പീറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലല്ലേ ഈ ഒരു ടോപ്പിക്ക് കണ്ടിട്ടുള്ളൂ, മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ടോപ്പിക്ക് കണ്ടിട്ടില്ലല്ലോ, കോമൺ അല്ല. അപ്പോൾ എന്തായാലും അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ നീളം കൂടിയ കൊടുമുടി ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ നീളം കൂടിയ കൊടുമുടി ഏതാണ്? ദോഡാബേട്ടയാണ് കേട്ടോ. ദോഡാബേട്ടയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ നീളം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. അതിൻ്റെ ഉയരം ഒന്ന് അറിഞ്ഞിരിക്കുക, 2637 കേട്ടോ. 2637 ദോഡാബേട്ടയുടെ ഉയരം എന്ന് പറയുന്നത്. ആനമുടിയാണെങ്കിൽ 2695. ആനമുടി എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ആനമുടിയാണ്. രണ്ടാമത്തെ നീളം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ദോഡാബേട്ടയാണ്. രണ്ടിൻ്റെയും നീളം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്നുണ്ട്. ഇത് 95, ഇത് 33, 2637, 2637. ഇത് 2695. അതിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് ആ നീളം പറഞ്ഞു എന്നേ ഉള്ളേ. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയില് ശ്രദ്ധിച്ച് ഇതാക്കണേ. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയില് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. മെർക്കലി സ്കെയിലാണ് ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ റിക്ടർ സ്കെയിൽ ചോദിച്ചല്ലോ, അതെന്തായിരുന്നു? ഭൂകമ്പത്തിൻ്റെ വ്യാപ്തി അളക്കാനാണ്. ഭൂകമ്പത്തിൻ്റെ വ്യാപ്തി അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലാണ് റിക്ടർ സ്കെയിൽ എന്ന് പറയുന്നത്. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? മെർക്കലി സ്കെയിലാണ് കേട്ടോ. മെർക്കലി സ്കെയിലാണ്. ഇത് രണ്ടും ആ ഒരു ടെക്സ്റ്റിൽ ആ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്. രണ്ടും ഉണ്ട്. 2 പോയിന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തീവ്രത അളക്കാനും വ്യാപ്തി അളക്കാനും. വ്യാപ്തി അളക്കാൻ ഏതാണ്? റിക്ടർ സ്കെയിലാണ്. തീവ്രത അളക്കാൻ മെർക്കലി സ്കെയിലാണ്. വക്രവലയത്തോടു കൂടി നദി ഒഴുകുന്നതിനെ എന്താണ് പറയുന്നത്? വക്രവലയത്തോടു കൂടി നദി ഒഴുകുന്നതിനെ എന്തു പറയുന്നു? ഈ വക്രവലയത്തോടു കൂടി നദി ഒഴുകുമ്പോൾ അവിടെ രൂപപ്പെടുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. എന്താണ്? മിയാൻഡറുകളാണ് രൂപപ്പെടുക. വക്രവലയത്തോടു കൂടി ഒരു നദി ഒഴുകുകയാണെങ്കിൽ അവിടെ എന്താണ് രൂപപ്പെടുക? മിയാൻഡറുകളാണ്. മിയാൻഡറുകൾ.
ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരകളുടെ എണ്ണം എത്രയാണ്? ഒരു നിശ്ചിത സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരകളുടെ എണ്ണം എത്രയാണ്? തിര ആവൃത്തിയാണ് കേട്ടോ. തിര ആവൃത്തിയാണ്. ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് തിര ആവൃത്തിയാണ്. തിര ആവൃത്തിയാണ്. ഈ തിര ആവൃത്തി ഒരു തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യന്. അപ്പോൾ ഇന്ന് നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിരിക്കുന്നത്. അറിയാത്തതുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുതേ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. 3rd 4th നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 3rd എക്സാം. എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എൻ്റെ ബെസ്റ്റ് ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ ചെയ്യുക. നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാവേ. താങ്ക്